ഹായ്, PRS ഹെൽത്തി കുക്കിംഗ് ആൻഡ് ട്രാവലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഹെൽത്തി പൗഡർ. അത് നമ്മൾ വെജിറ്റബിൾസിൽ നന്നായിട്ട് കറി വെക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ ഫ്രൈ ആക്കുമ്പോഴേക്കോ ഈ പൗഡർ തേങ്ങ നമ്മൾ ഇടുന്ന പോലെ തന്നെ ഈ ഒരു സ്പൂണ് പൗഡറും നമ്മൾ കറിയിലാവട്ട് ഫ്രൈ വെക്കുന്നതിലാവട്ട് ആഡ് ചെയ്യാവുന്ന ഒരു ഹെൽത്തി പൗഡറാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് വേണ്ടത് രണ്ട് സാധനങ്ങൾ. ഒരു കപ്പ് നിലക്കടല പീനട്ട്, അതേപോലെ ഒരു കപ്പ് എള്ള്, വെളുത്തെള്ള്, ഗോതമ്പ് കളറിൻ്റെ എള്ള് എല്ലാം ഉണ്ടാവുമല്ലോ. കറുത്ത എള്ള് ഉപയോഗിക്കാതെ കണ്ട് വെളുത്തെള്ളും ഗോതമ്പ് കളറിൻ്റെ എള്ള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൗഡറും കുറച്ച് നല്ല കളറായിട്ട് നമുക്ക് ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് കടലേനെയും വറുത്തിട്ട് ഞാൻ അതിൻ്റെ തോലെല്ലാം എടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതാ കടലേനെ നല്ല ചെറുങ്ങനെ സ്ലിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ എള്ളും അങ്ങനെ തന്നെ നന്നായിട്ട് ചെറുങ്ങനെ വെച്ചിട്ട് സ്റ്റൗവിൽ വറുത്തെടുക്കണം. കരിയാൻ പാടില്ല. കരിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൗഡറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് നമ്മൾ പൊടിയാക്കിയിട്ട് ഒന്നെടുക്കുക. നമ്മൾ ഹെൽത്തി പൗഡർ ഇത് നിങ്ങൾ ഏത് വെജിറ്റബിൾസിലും ഫ്രൈ ആക്കുമ്പോഴേക്കും തേങ്ങ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നോ അതേപോലെ ഒരു സ്പൂണ് തേങ്ങ കുറച്ചിട്ട് ഈ ഒരു സ്പൂണ് പൗഡർ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ കഴിച്ച് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എള്ള് നല്ല കാൽഷ്യം, നിലക്കടല നല്ല പ്രോട്ടീൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കെല്ലാം നമ്മൾ ദിവസം ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കൂല. അതുകൊണ്ട് നമ്മൾ ഫ്രൈ ആക്കുന്ന വെജിറ്റബിൾസിൽ ഇട്ട് കൊടുത്താലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കറി എന്തെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ആഡാക്കി കഴിഞ്ഞാലോ ചെറിയ കുട്ടികൾ നന്നായിട്ട് കഴിക്കും. വളരുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു പൗഡറാണിത്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക്, വലിയവർക്ക്, വയസ്സായവർക്ക് ആർക്കായി കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഹെൽത്തി പ്രോട്ടീൻ ഉള്ള സാധനമല്ലേ. കാൽഷ്യവും പ്രോട്ടീനും ഉള്ളതാണ്. ഈ രണ്ടും കൂടി ഞാനൊന്ന് പൊടിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ രണ്ടും മിക്സാക്കിയിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ ഹെൽത്തി പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലോണം പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്സിയിലിട്ടിട്ട് ചെറുങ്ങനെ രണ്ടോട്ടം മൂന്നോട്ടം ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നന്നായിട്ട് ഇങ്ങനെ നൈസ് പൊടിയാക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഓയിൽ പുറത്തേക്ക് വന്ന പോലെ ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് എടുത്തതല്ലേ ഇത്. അതുകൊണ്ട് ഇതാ ഓരോ പ്രാവശ്യം ചെറുങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ പൊടിയാണ സമയത്തേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചാൽ നമ്മൾ നന്നായിട്ട് തേങ്ങേൻ്റെ കൂടെ ഇതും ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടുള്ള ഹെൽത്തി പൗഡർ അതിൽ ചേർന്ന പോലെയായി. ഇത് തിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് ഈ പൗഡർ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ. ബൈ.